ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയെക്കുറിച്ചുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മിക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആഫ്രിക്കൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയത്തിനായി ഇറങ്ങിയ രോഹിത്തിനും സംഘത്തിനും ആദ്യ ടെസ്റ്റിൽ തന്നെ ശരിക്കും ദൗർഭാഗ്യങ്ങളുടെ മത്സരം തന്നെയായിരുന്നു. നമുക്കറിയാം, ഏറെ പൊറുതി നേടിയിട്ടും ഇന്ത്യക്ക് ആ ഒരു മത്സരം വിജയിക്കാനായിരുന്നില്ല. സോ അതിനാൽ തന്നെ നാളെ തുടങ്ങാൻ പോകുന്ന ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക രണ്ടാം ടെസ്റ്റിനുള്ള ടീമിൽ അടിമുടി മാറ്റങ്ങളുമായിട്ടായിരിക്കും രാഹുൽ ദ്രാവിഡിൻ്റെ സംഘം കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഫോമിലേക്ക് ഉയരാതിരുന്ന പേസ് ബൗളർ അരങ്ങേറ്റം കുറിച്ച യുവതാരം പ്രസീദ് കൃഷ്ണയ്ക്ക് പകരം ഒരുപക്ഷെ മുകേഷ് കുമാർ എന്ന ഇന്ത്യൻ യുവതാരം കളിക്കളത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, ഈ വർഷം നടന്ന 2023 ജൂലൈയിൽ നടന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് പരമ്പരയിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു മുകേഷ് കുമാർ എന്ന യുവതാരം കാഴ്ചവെച്ചു. സോ അതിനാൽ തന്നെ ആദ്യ മത്സരത്തിൽ നിറമങ്ങിയ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം ഒരുപക്ഷെ മുകേഷ് കുമാർ നാളെ തുടങ്ങുന്ന രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങിയെത്തും. അതുപോലെ തന്നെ നമുക്കറിയാം, ആദ്യ ടെസ്റ്റിൽ പുറത്തേറ്റ പരിക്ക് മൂലം കളിക്കാതിരുന്ന രവീന്ദ്ര ജഡേജ ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ, അദ്ദേഹം പരിശീലനം പുനരാരംഭിച്ചിട്ടുണ്ട്. സോ അതിനാൽ തന്നെ നാളത്തെ മത്സരത്തിൽ ഒരുപക്ഷെ രവിചന്ദ്രൻ അശ്വിൻ എന്ന ഇന്ത്യയുടെ മികച്ച ഒരു സ്പിന്നർക്ക് പകരം രവീന്ദ്ര ജഡേജ ഇലവനിലേക്ക് എത്താനുള്ള ചാൻസും വളരെ കൂടുതൽ തന്നെയാണ്. ബാറ്റിംഗ് ലൈനപ്പിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. രോഹിത് ശർമ്മ എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് ലൈൻ, രോഹിത്, കോഹ്ലി, KL രാഹുൽ അടങ്ങുന്ന ബാറ്റിംഗ് ലൈനപ്പ് തന്നെയായിരിക്കും നാളെ ഇന്ത്യക്ക് വേണ്ടി കളിക്കളത്തിലിറങ്ങാൻ പോകുന്നത്. മെയിനായിട്ട് ബോളിങ്ങിലായിരിക്കും ഇന്ത്യക്ക് സംബന്ധിച്ച് നാളെ ചേഞ്ചുകൾ വരാൻ പോകുന്നത്. ഒന്നുകിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം മുകേഷ് കുമാർ, അതോടൊപ്പം തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്ന രവീന്ദ്ര ജഡേജ തിരിച്ചു വന്നതോടുകൂടി തന്നെ നാളത്തെ മത്സരത്തിൽ രവിചന്ദ്രൻ അശ്വിന് പകരം ഒരുപക്ഷെ രവീന്ദ്ര ജഡേജയും കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സോ എന്നിരുന്നാലും രണ്ടാം ടെസ്റ്റിൽ വിജയിച്ച് പരമ്പരയിൽ സമനില പിടിക്കാനായിരിക്കും ഇന്ത്യൻ നിര നാളെ ഇറങ്ങാൻ പോകുന്നത്. നമുക്കൊരു ആദ്യ മത്സരം പരാജയപ്പെട്ടത് മൂലം ആഫ്രിക്കൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് പരമ്പര വിജയത്തിനിറങ്ങിയ ഇന്ത്യക്ക് ആദ്യത്തെ തോൽവി തിരിച്ചടിയായിട്ടുണ്ട്. സോ അതെല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ്സ് ടേബിളിൽ 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഇന്ത്യ നാളെ തുടങ്ങുന്ന രണ്ടാം ടെസ്റ്റിൽ മികച്ച വിജയത്തോടു കൂടി തന്നെ പോയിന്റ്സ് ടേബിളിലേക്ക് മുന്നേറാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മിക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.